ബൈബിള് ഇതുപോലെ വായിച്ചിട്ട് എന്റേതാണ്, എന്നോടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇത് അപ്പോസ്തലന്മാരോട് മാത്രം പറഞ്ഞതാ, എന്നെ അനുഗമിക്കണം. അങ്ങനെയെങ്കിൽ ഈ അപ്പോസ്തലന്മാര് യേശുവിനെ അനുകരിച്ചു. എന്നാൽ അടുത്ത് നമ്മളോട് ആരെ അനുകരിക്കാൻ പറയണം? യേശുവിനെ. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ല. 1 Corinthians 12 അവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരി ആകുവേൻ. നമുക്ക് തോന്നാം ഇത് പൗലോസ് പറയണമെന്ന്. വാസ്തവത്തിൽ പൗലോസിനായിട്ട് വചനമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പറയും, ഇത് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നു. ഇത് പൗലോസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതേ കർത്താവ് പറഞ്ഞതാണ്. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇവനെ നയിച്ചതും ഈ പീഡകൾ മുഴുവൻ സഹിക്കാൻ തക്കവണ്ണം അവനെ ആ തരത്തിലാക്കിയെടുത്തത് ഞാനാകുന്നു. നിങ്ങൾ എന്റെ അനുകാരിയാകുന്നു. ആരാണ്? പരിശുദ്ധാത്മാവ്. അതാരാണ്? അത് തന്നെയാണ് കർത്താവ്. ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും, ലോകാവസാനത്തോളം ഇരിക്കും. ആ യേശുക്രിസ്തു ആരായിരുന്നു? പിതാവായ ദൈവം, ആത്മാവായ ദൈവം. മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി ഇറങ്ങി വന്ന് ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അതേ ദൈവം തന്നെയാണ് പറഞ്ഞത്, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ അതേ ആത്മാവ് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരിയാകുവേൻ. പൗലോസിന്റെ പുറകെയല്ല നമ്മൾ പോകുന്നത്. ഇന്ന് വില്യം മാരിയൻ ബ്രൻഹാം സംസാരിച്ചത് നിങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിനോട് കർത്താവ് സംസാരിച്ചതാ. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പത്രോസ് സംസാരിച്ച സ്നാനം വേണ്ട എന്ന് പറയുന്നെങ്കിൽ അവർ ദൈവത്തിന്റെ ആടല്ല. ദൈവത്തിന്റെ ആടാണെങ്കിൽ പത്രോസിനത് സംസാരിച്ചത് പരിശുദ്ധാത്മാവെന്ന മൂന്നാമത്തെ വ്യക്തി എന്നല്ല, ഈ ദൈവം എന്ന ആത്മാവ് തന്നെയാണ് യേശുവിൽ ഇരുന്നതെന്ന് യേശു പറഞ്ഞ വചനങ്ങളുണ്ട്. പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല. പിതാവ് സംസാരിക്കുന്നത് അല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ ഈ ശരീരത്തിന് ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത് ദൈവം എന്ന ആത്മാവ്. ഈ ശരീരവുമായി മുകളിലേക്ക് പോയിട്ട് യേശു പറഞ്ഞു, ഞാൻ പോയി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മടങ്ങി വന്ന് ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഇരിക്കും. ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതാണ് കൊലോസ്യർ 1:27 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അതാണ് യേശു. യേശുവിനെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു. അപ്പോൾ പത്രോസിൽ നിന്നുകൊണ്ട് പൗലോസിൽ നിന്നുകൊണ്ട് സംസാരിച്ച സ്നാനം പറഞ്ഞത് ഇവര് പ്രത്യാശ വെച്ചിരിക്കുന്ന അതേ യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞതും ഇതേ ആത്മാവായ ദൈവം. ഇത് ജനം ഗ്രഹിക്കാതിരിക്കാനും ഇതിൽ തെറ്റിക്കാനുമാണ് സാത്താൻ ബുദ്ധിയിൽ ബൈബിൾ കോളേജ് തുടങ്ങിയത്. ആ ബൈബിൾ കോളേജിലൂടെ കുറെ കുമ്പയും കുടവേറൊക്കെയുള്ള ചട്ടയൊക്കെ ഇട്ട് നല്ല സമുദായത്തിൽ പ്രമുഖരെന്ന് തോന്നിക്കുന്ന കുറെ മനുഷ്യരെ തെരഞ്ഞെടുത്തിട്ട് സൗരഭ്യ വാസനയോടുകൂടെ സംസാരിക്കുകയും ജീവിതശൈലിയും ശക്തിയെ ത്യജിച്ച് ഭക്തിയുടെ മൂർച്ച കൂട്ടിയിരിക്കുന്ന പുരോഹിതന്മാരെ സഭയിൽ കൊണ്ടുവച്ചിട്ട് പറയാണ്, പച്ചയ്ക്ക് അവർ പറയില്ല യേശുക്രിസ്തു നാമം ആശേഷം ഉണ്ടെന്ന് അവർ പറയുമോ? സഭയിൽ പറയില്ല. എന്നാൽ അതേ സഭയിൽ തന്നെ നമ്മൾ പുറത്തു നിന്ന് യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനമെന്ന് പറഞ്ഞുകൊണ്ടു ചെന്ന് നോക്കൂ. ആ പുരോഹിതന്റെ ഉള്ളിലിരിക്കുന്ന സാത്താനാണെന്ന് അപ്പോൾ മനസ്സിലാകും. ഇതാണ് യേശു പറഞ്ഞ, ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടും, കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ ആ വാക്ക് ശ്രദ്ധിക്കണേ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. വൃതന്മാരെയും തെറ്റിപ്പാനായി തെറ്റിക്കുന്നല്ല എങ്കിൽ നമ്മൾ അവിടെ വരില്ലായിരുന്നു. കുറെ കാലത്തേക്ക് നമ്മൾ അവിടെ പിടിച്ചിരുത്തിയിരുന്നു, അതെല്ലാം കേട്ട് അവിടെ ഇരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ നമ്മൾ ദൈവശബ്ദം കേട്ടു, അതിന് പിന്നാലെ പോയി. അവർ പറയും നമ്മൾ പോയി നഷ്ടപ്പെട്ടു. എവിടോ ഒരു വില്യമറണ്ട അല്ലെങ്കിൽ ഏതോ ഒരു പാസ്റ്റർ കൂടെ സഭ നോക്കും. പക്ഷെ യേശു വന്നപ്പം യേശു കൂടിയതും യേശുവിനോടൊപ്പം കൂടിയതെല്ലാം ഇതുപോലെ പാവപ്പെട്ട ജനങ്ങളായിരുന്നു. ആ കർത്താവ് അവരുമായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് 2 ശബ്ദമെന്നും 3 പേരാണെന്നും പഠിപ്പിച്ചിട്ട് പിശാച് ഇവരെ ബോധ മനസ്സിനെ, അവിശ്വാസികളുടെ ഹൃദയത്തെ സാത്താൻ കുരുടാക്കിയിരിക്കുന്നു. നമ്മൾ അപ്പോൾ ആരാണ്? അവിശ്വാസി അല്ല. അവിശ്വാസിയുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നത്. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന സിമ്പിളായി മനസ്സിലായത് അവരോട് പോയി പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സഭയിലിരിക്കുന്ന ശക്തിയെ ത്യജിച്ച അവിശ്വാസികൾ എന്നാണ് ദൈവം കണക്കിടുന്നത്. ശക്തി ഏതാ? പരിശുദ്ധാത്മാവ്. അത് ലഭിക്കണമെങ്കിൽ ഒറ്റ നാമമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവരാണ് എതിർ ക്രിസ്തുക്കൾ. അപ്പൊ ഇവിടെ പറഞ്ഞത്
അപ്പോസ്തലന്മാരാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാര് ഒന്ന് പറയുമ്പോൾ തന്നെ യോഹന്നാൻ 17:20 യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഇവരുടെ വചനത്താൽ കണ്ടോ. യോഹന്നാൻ 5:15 എന്താണ് അവിടെ പറയുന്നത്? യേശു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതുപോലെ തന്നെ യേശുവിനെ പരിശോധിക്കാനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിച്ചപ്പോൾ അവിടെ യേശു പറഞ്ഞു, ഇന്ന് എന്റെ ഈ തിരുവെഴുത്തുകൾക്ക് നിവർത്തി വന്നിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ മശിക വരുന്ന മുമ്പേ യഹോവ പറഞ്ഞത്, എന്റെ വചനത്തെ ഞാൻ അവന്റെ നാവിന്മേലാക്കി, ഞാൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനം. അപ്പം ദൈവത്തിന്റെ നാമത്തിലാണ് ഇവിടെ യേശു വന്നത്. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. യഹോവ പറഞ്ഞതോ, അവൻ എന്റെ നാമത്തിൽ പറയും. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പിതാവെ, നീ എനിക്ക് തന്ന നാമം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ നാമമാണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ ഒരു ദൈവം പിതാവായിട്ട് വന്നു, പുത്രനായിട്ട് വന്നു, പരിശുദ്ധാത്മാവായിട്ട്. 3 വ്യക്തികളാണെങ്കിൽ യേശു നാമങ്ങളിൽ സ്നാനപ്പെടണമെന്ന് പറയും. ഒരുവനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു തന്നെയാണ് കർത്താവ് എന്ന സൃഷ്ടികർത്താവ്. ഈ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന ക്രിസ്തു. ഇത് വെളിപ്പെടുന്നവനാണ് ദൈവസഭ തുടങ്ങുവാനുള്ളത്. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ട്. ആ യേശു പത്രോസിനോട് ചോദിക്കണം, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? മനുഷ്യർ എന്ത് പറയുന്നു എന്ന് എനിക്കറിയണ്ട. പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കിലേക്ക് വന്ന നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, നീ ക്രിസ്തു. ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി. അതായത് ഇങ്ങനെ ഇത് നോക്കിയാൽ, ആശ്ചര്യം നോക്കിയാൽ ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പുത്രനാണ് പിതാവ് എന്ന് നോക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളില്ല. പുത്രനാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല. എന്നാൽ അതിന്റെ ആത്മീയ നാമം എടുത്താൽ യേശുവാണ് സൃഷ്ടികർത്താവെന്നും യേശുവാണ് പരിശുദ്ധാത്മാവെന്നും വിശ്വസിക്കുന്നവനാണ് പിതാവെല്ലാം വെളിപ്പെടുത്തുന്നത്. സ്വർഗസ്ഥനായ നിന്റെ ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ. ഈ വെളിപ്പാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഇത് 3 പേരെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സഭ തുടങ്ങാൻ ആരാധികാരം കൊടുത്തത്? പിശാച്. യേശു, ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് ഒരുവനാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് വെളിപ്പെട്ടവനെ കൊണ്ടാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. ആ സഭയിലുള്ള ജനങ്ങളെയാണ് പാതാള ഗോപുരം ജയിക്കാത്തത്. അപ്പോൾ ഇന്ന് കത്തോലിക്ക് മുതൽ പെന്തക്കോസ്ത് വരെ ഇരിക്കുന്ന പുരോഹിതന്മാരെ കണ്ടിട്ട് സ്തോത്രം പാസ്റ്ററെ ബഹുമാനത്തോടെ നിൽക്കണമെങ്കിൽ അവൻ എതിർ ക്രിസ്തുവാണ്. നിങ്ങൾ ബഹുമാനിച്ചോ, പ്രായത്തിനനുസരിച്ചോ, പുരുഷനോ സ്ത്രീ ആരെ ബഹുമാനിച്ചോ, പക്ഷെ ദൈവ പുരുഷനാണ്, ദൈവദാസനാണെന്നല്ല, അവൻ സാത്താന്റെ ദാസനാണ്, എതിർ ക്രിസ്തുവാണ്. ഭൂതങ്ങളുടെ മേശയിലും ദൈവത്തിന്റെ മേശയിലും ഒരേപോലെ ഓഹരിക്കാരാകരുത്. തിരിച്ചറിയണം അവരാരാണെന്ന്. എന്റെ പപ്പയായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഭാര്യയായാലും ഭർത്താവായാലും അവരെ ഉള്ളിലിരിക്കുന്നത് എതിർ ക്രിസ്തുവാണ്. പരിധി വരെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ ദൈവസഭ തുടങ്ങുവാൻ അനുവാദമുള്ളത് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന ഒറ്റ അടിസ്ഥാനം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് വെട്ടിത്തീയിടും. ഇതിൽ പണിയാതെ വൈക്കോലിലും മറ്റു പലതിലും പണിയുന്നത് പോലെ സഭകൾ പണിതിരിക്കുകയാണ്. പാതാള ഗോപുരം ജയിക്കുന്ന സഭയാ. അത് ദൈവം തകർത്ത് കളയും. അതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ താല്പര്യമുള്ളവർ വേണ്ടപ്പെട്ടവരോട് അറിയിക്കുക. യേശു തന്നെ കർത്താവ് എന്ന് പത്രോസ് പറഞ്ഞു. യേശു തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ്, അതായത് യേശു തന്നെയാണ് പിതാവ്. നിത്യപിതാവ് യേശു അല്ലേ? ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നവർ പറയുന്നില്ലേ? ഈ ഇമ്മാനുവൽ അവൻ തന്നെ നിത്യപിതാവ്. ഒരു പിതാവേ ഉള്ളൂ, അവൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന ക്രിസ്തു. ക്രിസ്തുവിന്റെ സഭ എന്നല്ലേ പറഞ്ഞത്, അതായത് ദൈവത്തിന്റെ സഭ. അപ്പൊ അങ്ങനെ സഭ തുടങ്ങാൻ പറഞ്ഞപ്പോൾ ഇതിനെ ധിക്കരിച്ചിട്ട് നമ്മൾ ചെന്ന് പറയുമ്പോൾ ഇന്നും നമ്മളോട്, നമ്മൾ പിശാച് എന്ന് പറയുന്ന ഇവരെ സഭ തുടങ്ങാൻ താല്പര്യപ്പെടുന്നത് ആര്? പിശാച്, എതിർ ക്രിസ്തു. ഇതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ രക്ഷയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ. ഇത്രയും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട്. യേശുവിനെ പത്രോസ് കർത്താവ് എന്ന് വിളിച്ചു. ഇനി അടുത്ത് ചോദിച്ചപ്പോൾ യേശുവാണ് കർത്താവ് എന്ന് അവർക്ക് അറിയാം. യേശുവാണ് ക്രിസ്തു എന്ന് അറിയില്ലായിരുന്നു. അതാണ് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുന്നു, നീ ക്രിസ്തു. ഈ വെളിപ്പാടിന്മേൽ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അതുപോലെ തന്നെയാണ് ഈ പാറകൾ, നിങ്ങൾ നിലവിൽ സ്തോത്രം കൊടുത്തില്ലെങ്കിൽ ഈ പാറകൾ സ്തുതിക്കുമെന്നോ. ഈ പാറയിൽ നിന്ന് കർത്താവിന് അബ്രഹാമിന്റെ സന്ദേഹം പറഞ്ഞപ്പോ അത് താഴെ വന്നപ്പോ പറയുന്നത്, ഈ പാറയിൽ നിന്ന് കർത്താവ് തന്റെ ജനത്തെ, അതിങ്ങനെ വചനങ്ങനെയത്, ഈ പാറയിൽ നിന്ന്, അത് ഒരു പെട്ടെന്ന് മറന്നുപോയി, പണിയുന്നുണ്ട്. അതല്ല, കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് പറയുന്നില്ലേ? കല്ലുകൾ ആർത്ത് വിളിക്കുന്ന ഈ പാറയിൽ നിന്ന് കർത്താവ്
സഭയിൽ പണിയുന്നില്ല, അപ്പൊ മറന്നുപോയി. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ? ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചു വേർതിരിച്ച യഹൂദൻ ജനം, ഇസ്രായേൽ ജനം, അവര് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ പുറത്ത് കിടന്ന ജാതികളായ നമ്മളാണ് കല്ലുകൾ. ഏത് കല്ല്? വലിയൊരു മല, അത് മുഴുവനും ഒറ്റ പാറയാണെങ്കിൽ അതിനെ കല്ലെന്ന് പറയില്ല. അതിൽ നിന്ന് അടർന്നു വീഴുന്ന ചില ഭാഗങ്ങളെയാണ് കല്ലെന്ന് പറയുന്നത്. ഈ പാറയാണ് ക്രിസ്തു. ആ പാറ ക്രിസ്തു ആയിരുന്നു. ആ ക്രിസ്തു എന്ന പാറയുടെ ശരീരത്തിന്റെ ഭാഗമായ കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ കല്ലുകളെ കുറിച്ചാണ് കർത്താവ് എന്ന് പറഞ്ഞത്. ഈ കല്ലുകൾ ആർക്കും? ദൈവം തിരഞ്ഞെടുത്ത സ്വാഭാവിക കൊമ്പുകൾ അവർ തെറ്റിപ്പോയപ്പോൾ സ്വഭാവത്തിന് വിരുദ്ധമായി കാട്ട് മരമായ നമ്മെ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ കല്ലുകൾ ആർക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർത്താവിന് സ്തോത്രവും മഹത്വവും കൊടുത്തില്ലെങ്കിൽ അത് വിളിച്ച ദൈവം എത്ര ലജ്ജിക്കും ആലോചിച്ച് നോക്കൂ. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കി കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതാണ് ജാതികളിൽപ്പെട്ട അബ്രഹാമിന്റെ, ആരോ പ്രാർത്ഥിച്ചു കർത്താവ് സ്തോത്രം, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് വേണ്ടി എഴുതുന്നത്. നമ്മൾ ജാതികളാ. അബ്രഹാമിന്റെ വിശ്വാസം കൊടുത്തത് യഹൂദ വംശത്തിലുള്ള പാരമ്പര്യത്തിലുള്ളവരാ. അവർ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളുടെ ഇടയിലേക്ക് തിരിഞ്ഞിട്ട് ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. അത് നമ്മളാകുന്നു. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കും. നമ്മൾ ഇന്ന് വിശ്വാസ സ്ഥാനം ജാതികളിൽ നിന്ന് സ്വീകരിച്ചു വന്നപ്പോൾ അബ്രഹാം നമുക്ക് പിതാവായി. യഹൂദൻ ഇന്നും പിതാവായിട്ടില്ല. അവൻ കിടന്ന് അലയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന്. നമ്മളാകുന്നു ആ കല്ലുകൾ. ക്രിസ്തു എന്ന വൻ പാറയിൽ നിന്ന് അടർത്തിയെടുത്ത ചെറുപാറ കഷ്ണം എന്ന പെട്ര. ഇതാണ് പത്രോസ്. ഈ പാറമേൽ പെട്ര, PETTR, പെട്ര, ചെറുപാറക്കല്ല്. ഈ കല്ലിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയെന്ന് പറഞ്ഞാൽ നമ്മളാകുന്ന സഭ. ഫൗണ്ടേഷൻ കർത്താവായ യേശു ക്രിസ്തു. അത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഭൂമിക്ക് അടിയിൽ കെട്ടപ്പെടുന്ന കരിങ്കല്ല്, അവിടെ വയ്ക്കുന്ന മൂലക്കല്ലാണ് യേശു ക്രിസ്തു. ആ മണ്ണിനടിയിൽ വയ്ക്കുന്നതാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. മണ്ണിന്റെ മുകളിൽ നമ്മൾ സ്റ്റെപ്പ് പടി കയറി മുകളിലേക്ക് വരുന്നതാണ് പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ. അപ്പൊ അപ്പോസ്തലന്മാർക്ക് വചനം എവിടെ നിന്ന് കിട്ടി? മൂലക്കല്ലാകുന്ന ക്രിസ്തുവിൽ നിന്ന്. ആർക്ക് കിട്ടി? പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് കിട്ടിയതിൽ നിന്നാണ് സുവിശേഷങ്ങളിലേക്ക് വചനം വരുന്നത്. ഇതിന് യോജിപ്പിച്ചത് ആരാണ്? ഏലിയാവിന്റെ ആത്മാവുമായി വന്ന യോഹന്നാൻ സ്നാപകൻ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. ഏറിയ പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചതിനെ കാണാൻ കഴിഞ്ഞില്ല. അവർ എഴുതി വെച്ചതേ ഉള്ളൂ. കാണുവാൻ മാത്രമല്ല, അവനോടുകൂടെ സഹവസിക്കാനും ദൈവത്തിന്റെ ജനത്തെ വിളിച്ച് പുതിയ ദൈവം യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം കണക്ട് ചെയ്തവനും യോഹന്നാൻ സ്നാപകനാണ്. അപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ മൂലക്കല്ല്, മണ്ണിനടിയിൽ ഇരുന്ന കരിങ്കല്ല്, ഫൗണ്ടേഷൻ, അതിന്റെ മുകളിൽ വരുന്ന ബേസ്മെന്റ്, ഇത് അപ്പോസ്തലന്മാർ. ഇനിയാകുന്നു ഈ ബേസ്മെന്റിന്റെ മുകളിൽ കെട്ടപ്പെടുന്ന കല്ല്, ആ പാറ നാം ആകുന്നു. ചെറുപാറ കഷ്ണം. അത് ക്രിസ്തു എന്ന വൻപാറയിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണെങ്കിൽ ക്രിസ്തു എന്ന തല നമുക്ക് വിവരിച്ചു തന്ന ദൈവത്തിന്റെ വചനം തന്നെ ഭക്ഷിച്ചിരിക്കണം. പഴയ പഴയ സഭയുടെ തെറ്റായ ഉപദേശം അല്ല ഭക്ഷിക്കാനുള്ളത്. അത് ഭക്ഷിച്ചിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്നിപ്പോ നമ്മളുടെ സഭ കൂടിയതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ അന്ത്യകാല ദൈവസഭ ഉണ്ട്. അവിടെ നിന്നും ഇവിടെ നിന്നും ഒന്നും രണ്ടും പേരെ ദൈവം എടുത്തിട്ടാണ് ദൈവസഭയെ പണിയുന്നത്. അപ്പോഴും മൂലക്കല്ലായ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും പിതാവില്ല. എന്താ പിതാവ്? വഴി നടത്തപ്പെടുന്നവനില്ല, അനുസരിക്കുന്നവൻ പുത്രൻ. ദൈവസഭയോട് കൂട്ടിച്ചേർക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ ഒരു പ്രോസസ്സ് ഈ കാണുന്ന സഭകളിൽ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ അവിടെ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഇതിന്റെ മുകളിൽ പണിയുന്നതാണ് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞ ആ കല്ലുകളാകുന്നു നമ്മൾ. ഇത്രയും കാലം അത് ആരും അറിയാതെ ഒഴുന്നു നടന്നപ്പോൾ കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സഭ, ദൈവസഭയെ കെട്ടുകയാണ്. ഈ ദൈവസഭയിലാണ് മൂടുപടം വേണ്ടാത്തത്. ഒരു 3 ഈ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? സ്ത്രീ മുടി നീട്ടി വളർത്തിയാൽ അവൾക്ക് മൂടുപടത്തിന് പകരമെന്ന് പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലയോ? ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ ഈ വക മര്യാദ ഞങ്ങൾക്കുമില്ല, ദൈവസഭകൾക്കുമില്ല. അപ്പൊ ദൈവത്താൽ കെട്ടപ്പെടുന്ന സഭയിൽ മൂടുപടം വേണ്ട. എന്തുകൊണ്ടാ? നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞവരാണ്. നമ്മൾ ക്രിസ്തുവിലായവരാണ്. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോകും. പിന്നെ ദൈവത്തിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. അപ്പൊ ഈ സഭയിൽ പഠിപ്പിച്ചിരിക്കുന്ന ദൈവവചനങ്ങളെ, വെളിപ്പാടുകൾ മുഴുവനും thus saith the Lord. അതുകൊണ്ട് ഇനിയും ആവശ്യമുള്ള പുസ്തകം ഇവിടെ ഉണ്ട്. ആ വെളിപ്പാട്, ബൈബിളിൽ നിന്ന് ഈ വെളിപ്പാട് കിട്ടില്ല. ഇത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു വരുവനിലൂടെ അറിയിക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു.
അതാണ് ഈ മർമ്മം നമ്മുടെ പുസ്തകങ്ങൾ മുഴുവനും. ഇത് ജാഗ്രതയോടുകൂടെ വായിച്ചാൽ ഇതിനകത്ത് നിന്ന് പണ്ട് നിങ്ങൾ വായിച്ച വചനത്തിന്റെ ഇണവചനം കർത്താവ് ആ നിമിഷം കാണിച്ചു തരും. എപ്പോഴോ മറന്നു കിടന്നതായിരിക്കാം. അന്വേഷിക്കുന്നത് ജാഗ്രതയോടെ ആയിരിക്കണം. ജാഗ്രതയോടെ അന്വേഷിക്കുന്നതാണ് എന്നെ കണ്ടെത്തുന്നത്. പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പുസ്തകം എടുത്തിട്ട് വായിക്കാന്നല്ല, നിങ്ങൾക്ക് കണ്ടെത്തുവാനുള്ള ദാഹത്തിനാണെങ്കിൽ വായിച്ചാൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തി തരും. പിന്നെ നിങ്ങൾ ഈ പുസ്തകം വെച്ചിട്ട് വേറെ പോവുകയില്ല. ഏത് നേരം ഇതായിരിക്കും വായിക്കും. കാര്യം എന്താ? നിങ്ങളോട് ദൈവം സംസാരിച്ചു തുടങ്ങി. സ്വർഗത്തിലെ ദൈവം, പ്രതീക്ഷ വെച്ചിട്ട് ഒരു വിശ്വാസത്താൽ ഇരിക്കുന്ന ആ ദൈവം നിരന്തരം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആത്മവിവശതയിൽ കർത്തൃ ദിവസത്തിൽ എന്ന പോലെ ആയി പോകുന്ന ഒരു എക്സ്പീരിയൻസ് ബൈബിളിൽ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? പലപ്പോഴും വിഷമിച്ച് ദുഃഖിച്ചിരിക്കും, വാചനം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസ വചനങ്ങൾ കിട്ടും. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കും, കർത്താവേ നല്ല ആശ്വാസം. അപ്പോഴെന്തൊരു സമാധാനം, സ്വസ്ഥത. എന്നാൽ ഈ വചനത്തിലെ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തിയതാണ് നമ്മുടെ മെസ്സേജ് ബുക്കുകൾ. ഇതും വചനവുമായിട്ടൊന്ന് ടാഗ് ചെയ്ത് വായിച്ചു നോക്കൂ. പിന്നെ നിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. മറ്റൊന്നിനുമല്ല നിങ്ങൾക്ക് സമയം, മെയിൻ സമയം ഇതിലേക്ക് കണ്ടെത്തും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ.